മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നയാളായിരിക്കണം. യുക്തിവാദികൾ, അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ആളുകൾ പള്ളി ഭരിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത്. പള്ളിയിലേക്ക് കയറി ഞെളിഞ്ഞിരിക്കുന്നു, പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, എന്ത് യോഗ്യതയുള്ളത്? ഒരു യോഗ്യതയുമില്ല. അള്ളാഹുവിനെ കൊണ്ടുപോലും വിശ്വാസമില്ലാതെ കള്ളക്കടത്ത് നടത്തുന്നവർ, മദ്യശാല നടത്തുന്നവർ, വ്യഭിചാര കേന്ദ്രങ്ങളും ബാങ്കുകൾക്കുമൊക്കെ നേതൃത്വം നൽകുന്നവർ, ഇങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും പള്ളി ഭരണം പറ്റില്ല. മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ആളായിരിക്കണം. വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിച്ച ആളായിരിക്കണം. ചുരുക്കത്തിൽ ഈമാൻ കാര്യത്തിന്റെ ആദ്യവും അവസാനവും അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് അതിനിടയിലുള്ള സകല ഈമാൻ കാര്യങ്ങളും വിശ്വസിച്ച ആളായിരിക്കണം. ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹ്, പള്ളി പരിപാലിക്കേണ്ടത് അവനാണ്. പിന്നെയും തീർന്നില്ല, കർമ്മപരമായ വിഷയം നോക്കുമ്പം വഖാമസ്സലാഹ്, നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവനായിരിക്കണം. കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുകയാണ്, ബാങ്ക് വിളിക്കുമ്പം ബാങ്ക് വിളിച്ചു കഴിയുമ്പോൾ ആള് ഇറങ്ങി ഓടുകയാണ്, നിസ്കരിക്കൂല. അങ്ങനെയുള്ളയാള് പള്ളി പരിപാലനത്തിന് പറ്റില്ല. വഖാമസ്സലാഹ്, നിത്യമായി നിസ്കാരം നിലനിർത്തുന്നയാളായിരിക്കണം. വഅതസ്സക്കാ, സക്കാത്ത് കൊടുത്തു വിട്ടുന്നയാളായിരിക്കണം. അവനെ പള്ളി പരിപാലനം പറ്റുള്ളൂ. വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ഭയക്കുന്ന ആളായിരിക്കണം. ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഇടപെടുമ്പം, കൈക്കൂലി കൊടുക്കുമ്പം, ആ കൈക്കൂലിയിൽ പണത്തിന്റെ സ്വാധീനത്തിൽ അവൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാകാൻ പാടില്ല പള്ളി കമ്മിറ്റിക്കാര്. പള്ളി പരിപാലിക്കുന്നവൻ അള്ളാഹുവിനെ പേടിച്ച് നീതി പൂർണമായ ഒരു വിധി നടപ്പിലാക്കുന്ന വ്യക്തിത്വമായിരിക്കണം. വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും ഭയക്കാൻ പാടില്ല. ഫഅസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ, അങ്ങനെയുള്ള ആളുകളാണ് പള്ളി പരിപാലനത്തിൽ ഏറ്റെടുക്കേണ്ടത്. അവരാണ് മുന്നോട്ട് വരേണ്ടത്. വേറെ ആരെങ്കിലും ഇതിന് കഴിയാത്ത ഒരാളാണ് ഈ സെലക്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അതിന് കുറ്റക്കാരനാകും. പള്ളി പരിപാലിക്കാൻ വേണ്ടി റിട്ടേണിംഗ് ഓഫീസർ ഇവിടെ എത്തിച്ചിരിക്കുന്നയാള്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി എത്തിച്ചിരിക്കുന്ന വ്യക്തിത്വം, അദ്ദേഹം നിസ്കരിക്കാത്തയാളാണ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആളാണ് എങ്കിൽ അയാളെ ഒരിക്കലും ഭാരവാഹിയാക്കാൻ പറ്റില്ല, പള്ളി പരിപാലന സംഘത്തിൽ പെടുത്താൻ പറ്റില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ പറയുന്നത് കാണാം, നീ നല്ല ഒരാളെ, നിസ്കരിക്കുന്ന ഒരാളെ, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ച് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരാളെ നീ വിജയിപ്പിച്ചു കൊണ്ടുവന്നാൽ, നീ ശുപാർശ ചെയ്ത് നിന്റെ നല്ല വോട്ട് അവന് വേണ്ടി വിനിയോഗിച്ചു വന്നാൽ,